ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഏറ്റവും പാരമ്പര്യമുള്ള ഒരു ബൈക്ക് ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ബ്രാൻഡാണ് ബുള്ളറ്റ്. 94 വർഷമായിട്ട് ബുള്ളറ്റ് നിലവിലുണ്ട്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 79 ബുള്ളറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ബുള്ളറ്റാണ്. ഇത് 350cc ആണെങ്കിൽ 650cc ആണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ അല്ല, ഐ എം ടെല്ലിങ് എ സ്റ്റോറി. നമുക്ക് ആ സ്റ്റോറി നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ബുള്ളറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വരും. വികാരമാണ്, സന്തോഷമാണ്, പേടിയാണ്, അതുപോലെ തന്നെ ദേഷ്യവുമാണ്. അത് ഓരോ കാലഘട്ടത്തിലും ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരെ കൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ബുള്ളറ്റ് പോർട്രേ ചെയ്ത് അങ്ങനെയാണ്. എന്തായാലും ഇന്ത്യയിൽ ബുള്ളറ്റിൻ്റെ പാരമ്പര്യം ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡാണെങ്കിൽ കൂടി ഇന്ന് ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഞാനൊരു ബുള്ളറ്റ് ലവറാണ്, എവിഡ് ബുള്ളറ്റ് ലവറാണ്. ഞാൻ ഫസ്റ്റ് ഓടിച്ച ബൈക്കും ബുള്ളറ്റാണ്. അതുകൊണ്ട് എനിക്ക് 100cc 150cc പാരമ്പര്യമില്ല. 350cc മുതലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ ബൈക്ക് ജേർണി. അതുപോലെ തന്നെ എൻ്റെ അങ്കിളായിരുന്നു, എൻ്റെ മാമനായിരുന്നു ബുള്ളറ്റ് നമ്മൾ ഫാമിലി ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. മൂപ്പര് പറഞ്ഞാൽ പഴയ കമലാസന്മാരായിരുന്നു. നല്ല സ്റ്റൈലും അതുപോലെ തന്നെ ഭയങ്കര സുമകനും ബോഡിയും എല്ലാം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് അങ്ങനെ തന്നെ സെറ്റായി. പണ്ട് കാലങ്ങളിൽ പോലീസും മിലിറ്ററിയും നാട്ടിലെ ജന്മിയും അതുപോലെ തന്നെ ഗുണ്ടയും എല്ലാം ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ബുള്ളറ്റ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു വണ്ടിയാണ് ബുള്ളറ്റ്. നമ്മൾ എവിടെയെങ്കിലും പുറപ്പെട്ട് കഴിഞ്ഞാൽ സമയത്തിന് എത്തിക്കോണമെന്നില്ല, പക്ഷേ എത്തും. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ടും ടയർഡായിട്ടാണെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് എത്താണെങ്കിൽ എത്താൻ പറ്റുന്നൊരു വണ്ടിയാണ് ബുള്ളറ്റ്. കാരണം ആ കാലത്ത് ബുള്ളറ്റ് കുറേ കംപ്ലയിൻസും ബ്രേക്ക് ഡൗണും എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരിക്കലും മനസ്സുകൊണ്ട് ബുള്ളറ്റ് വെറുക്കില്ല. അതൊരു വികാരമാണ്. ഇന്നും ആ വികാരം തന്നെയുള്ള. പക്ഷെ ഇന്നത്തെ ബുള്ളറ്റിൽ അടിമുടി മാറി, എന്നാലും കുറേ കാര്യങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അടിമുടി മാറിയതുകൊണ്ട് തന്നെ ടെക്നിക്കലിയും ബെറ്ററായി, നല്ല കംപ്ലയിൻറ്റ് ഫ്രീ ആയി, നല്ല റൈഡിങ് ആയി എല്ലാം ആയിട്ടുണ്ടെങ്കിലും ബുള്ളറ്റിനുള്ള കോർ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇന്നും പുതിയ 650 നിലനിർത്തി. അത് നമുക്ക് നോക്കാം. എന്താണ് ബുള്ളറ്റ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല്, ഈ പഴയ ബുള്ളറ്റും പുതിയ ബുള്ളറ്റും തമ്മിലുള്ള വ്യത്യാസവും സിമിലാരിറ്റിയും, ഇതെല്ലാം ഞാൻ ഇന്ന് നോക്കുന്നത്. എനിക്കെന്നൊരു കാര്യം പറയാനുള്ളൂ, നമ്മൾ ബുള്ളറ്റ് ലവേഴ്സിന് വേറൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അങ്ങനത്തെ പല വണ്ടികളുണ്ട്, അതിലൊന്ന് തന്നെ ബുള്ളറ്റ്. എന്നാലും 2 വീലേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു ബ്രാൻഡിനും ഈ ഒരു ഫാൻ ഫോളോയിങ്ങോ ബ്രദർഹുഡോ ഒരു ലെഗസിയോ ഇല്ല. ഞാൻ ശരിക്കും ഒരു പ്രൗഡ് ബുള്ളറ്റ് ലവറുമാണ്. 1958 ബുള്ളറ്റിന് ഓണറാണ്. ഇതെൻ്റെ കസിനും ഫ്രണ്ടായിട്ടുള്ള നിയാസിൻ്റെ വണ്ടിയാണ് 79. അത് കമ്പനിയുടെ 2026 ബുള്ളറ്റ് 650 ആണ്. എൻ്റെ വണ്ടി പണിയാനുള്ളതുകൊണ്ടാണ് ഞാൻ അത് കൊണ്ടുവരാത്തത്. പക്ഷേ ഇതും ഞാൻ കുറേ ഉപയോഗിച്ച വണ്ടിയാണ്, KRR. നമ്മൾ ഒരുപാട് റൈഡിന് ഒരുമിച്ചെല്ലാം പോയിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ്. ഇത് പുതിയ ബുള്ളറ്റ് 650. ഇത്ര എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്ത് പോകാൻ പറ്റും. എന്നാൽ പഴയ ബുള്ളറ്റ് അങ്ങനെയല്ല. ഇതിൽ ആദ്യം നമ്മൾ കീ ഓണാക്കണം. കീ ഇവിടെ അല്ല, ഈ സീറ്റിൻ്റെ അടിയിലുള്ളത്. കയറിയിരിക്കാം. നമുക്ക് ന്യൂട്രൽ കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ ഇവിടെ ഒരു ലിവർ ഉണ്ട്. കാരണം നമുക്ക് ഏത് ഗിയറിലാണെങ്കിലും ഈ ഒരു ചെറിയ ലിവറിൽ ന്യൂട്രലിൽ കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കിവിടെ ആംബ് സെലക്ട് ചെയ്യാം. ആംബ് നമ്മൾ 0 എത്തിയിരിക്കണം. അതുപോലെ തന്നെ പെട്രോൾ ഓണാക്കാൻ മറന്നു. പെട്രോൾ വേറെ സെപ്പറേറ്റ്ലി ഓണാക്കണം. എന്ന് കഴിഞ്ഞിട്ട് ആദ്യം അടിച്ച് കിട്ടൂല, ചിലപ്പം ബാക്ക് ഫയർ ചെയ്യും, കാലിനടിക്കും, കാല് വീഴണം. അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൗണ്ട് നോട്ട് ഓഫാക്കണമെങ്കിലും ആംപിയർ. ഇതാണ് പഴയ ബുള്ളറ്റിൻ്റെ ശൈലി. നമുക്ക് പെട്ടെന്നൊന്നും വണ്ടി ഓണാക്കി എടുത്തു പോകാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഓഫാക്കിയാലും അവിടെ ഇറങ്ങി പോകാനും പറ്റില്ല. പെട്രോൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഓവർഫ്ലോ വരും. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇന്ന് ആളുകൾ ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. ഇന്നത്തെ ബുള്ളറ്റ് ഓടിക്കുന്ന ഫീലും വേറെയാണ്. ആ രണ്ട് ഫീൽ നമുക്ക് നോക്കാം. ഈ സിമിലാരിറ്റി ഫസ്റ്റ് നോക്കാം. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ബുള്ളറ്റ് പോലെ തന്നെ ഞാൻ ഭയങ്കര G-Wagon ഫാനാണ്. G-Wagon എങ്ങനെയാണോ മാറി അതേപോലെയാണ് ബുള്ളറ്റ് മാറില്ലെന്ന് വേണം എനിക്ക് കോട്ട് ചെയ്യാൻ. കാരണം പഴയ G-Wagon എങ്ങനെയായിരുന്നോ
അതേപോലെ തന്നെയാണ് പുതിയ ജിയോഗണം വന്ന് അതേ ഡിസൈനും കാര്യം നിലനിർത്തി, എന്നാൽ മോഡേണൈസ് ചെയ്തു, കുറച്ച് വലുപ്പം കൂടി, സസ്പെൻഷനും അതുപോലത്തെ ടെക്നോളജി എല്ലാം ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ കോർ എസൻസും കോർ സോളും എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബുള്ളറ്റിലുള്ള പഴയ ബുള്ളറ്റ് നമുക്ക് 74 ആണ്, ഇനും പഴയത് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അടുത്ത് 58 ഉണ്ട്. പക്ഷേ നമുക്കൊരു ഇന്ത്യയിൽ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ബുള്ളറ്റ് എന്ന രീതിയിൽ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ റൗണ്ട് ഹെഡ്ലൈറ്റ് കീപ്പ് ചെയ്തു. ഈ ഒരു സൺഷെയ്ഡ് വരുന്നത് അതിന് കാസ്കേഡ് എന്ന് വിളിക്കുക, അത് നമുക്ക് എക്സ്ട്രാ എലമെൻ്റാണ്. ഏതായാലും പുതിയ ബുള്ളറ്റിൽ അത് വരുന്നുണ്ട്, പഴയ ബുള്ളറ്റിൽ നമ്മൾ വെക്കാറുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇതിൽ ശരിക്കും വന്നിരിക്കുന്നത് മഡ് ഗാർഡിലാണ്. മഡ് ഗാർഡിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇന്ന് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇവിടെ വരുന്നത് മഡ് ഗാർഡിൽ തന്നെ സൈഡിൽ വന്നതും ഉണ്ടായിരുന്നു ബുള്ളറ്റിൽ, പിന്നെയാണ് സാധാരണ നമ്പർ പ്ലേറ്റ് ആയിട്ടുള്ള. പക്ഷേ നമ്മൾ ബ്ലാക്ക് കളറ്, ആ മഡ് ഗാർഡിൻ്റെ ഷേപ്പ്, ടയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പോക്ക് വീലാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ അന്ന് വന്നിരിക്കുന്ന ചെറിയ ഹബ്ബാണ്, അതിലാണ് ബ്രേക്ക് ഉണ്ടായിരുന്നത്. സ്പോക്ക് വീലും അതുപോലെ തന്നെ ട്യൂബുള്ള ടയറാണ് പുതിയതിനുള്ള, പഴയതിന് ട്യൂബുള്ള ടയറാണ്. ഫോർക്കിൻ്റെ ഡിസൈൻ സെയിം ആണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി സ്ട്രോങ്ങും വലുതുമായിട്ടുണ്ട്. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റിൻ്റെ ആ പിൻ ലൈറ്റ് എല്ലാം തന്നെ റീറ്റൈൻഡ് ആണ്. മീറ്ററിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാലും ഷേപ്പും ഡിസൈനും കാണാം. പക്ഷേ വ്യത്യാസമുണ്ട്, മീറ്റർ പുതിയ മീറ്ററാണ്, അതിൽ നമുക്ക് നാവിഗേഷൻ വരുന്നുണ്ട്, കീ ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ TFT സ്ക്രീൻ ഉണ്ട്. ഇതിൽ ആംബിയർ മീറ്ററും പഴയ ഹെഡ്ലൈറ്റ് കൺട്രോളും മൈൽസ് മീറ്ററും ഉള്ളത്. ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ടും അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് തരുന്നത്, അതാണ് മെയിൻ എലമെൻറ്റ്. ഇതിൽ കുറച്ചുകൂടി ലോ ആയിട്ട് ഹാൻഡിൽ ഇങ്ങനെ നിൽക്കും, ഹാൻഡിൽ കയറി നിൽക്കുന്ന രീതിയിലുള്ള. സൈഡ് വ്യൂ മിറർ നമുക്ക് പഴയതിൽ കാണാം, ക്രോമാണ്, റൗണ്ടാണ്, അതും തന്നെ പുതിയതിലും അങ്ങനെ തന്നെ വന്നിട്ട്. ഇതിൽ സ്റ്റാർട്ട് ബട്ടൺസ് വരുന്നുണ്ട്, പഴയതിൽ സ്റ്റാർട്ട് ബട്ടൺ ഇല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് പുതിയൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നമുക്ക് ലൈറ്റ് ഹെഡ്ലൈറ്റ് കൺട്രോളും മറ്റെല്ലാം വരുന്ന ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പഴയതിൽ ശരിക്കും ഇൻഡിക്കേറ്റർ വന്നിരുന്നില്ല, പഴയ ഹെഡ്ലൈറ്റും കൺട്രോളും ഉണ്ടായിരുന്നത് ഒരു ഹോണും ഒരു മെറ്റൽ ഹോണ്ടർ പ്ലേറ്റും അതിൻ്റെ അടിയിലായിരുന്നു കൺട്രോളിൻ്റെ. പക്ഷേ ഇത് കുറച്ചുകൂടിയും ഒരു 80s ആയതുകൊണ്ടുള്ള ആ ചേഞ്ച് കാണും, അതോടെ വന്നിട്ടുണ്ട്. മെയിൻ എലമെൻറ്റ് ടാങ്കാണ്. ടാങ്ക് സൈസ് കൂടി പുതിയ 650-ൽ, പഴയത് കുറച്ചുകൂടി സ്ലീക്കായിരുന്നു. മൊത്തത്തിൽ ബൈക്ക് കുറച്ചുകൂടി പഴയത് സ്ലീക്കാണ്. എന്നാൽ ടാങ്കിൽ വന്നിരിക്കുന്ന കളറും അതുപോലെ തന്നെ പിൻസ് ടൈപ്പ് പെയിൻറ്റിങ്ങും കൈകൊണ്ടായിരുന്നു അന്ന് വരച്ചിരുന്നത്, ഇന്നും കൈകൊണ്ട് തന്നെയാണ് ഇത് വരയ്ക്കുന്നത്. അതിൻ്റെ പല വർക്ക്ഷോപ്പും എക്സസൈസും അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിൽ മേലെ പഴയ ഒരു ലൈൻ വന്നിരുന്നു, ഇപ്പോൾ ആ ലൈന് വരുന്നില്ല, പക്ഷേ എന്നാലും പിൻ സ്ട്രൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മെറ്റൽ ബാഡ്ജ്, അത് പണ്ടും ഒരു ബ്രാസ് ഫിനിഷ് ഉണ്ടായിരുന്നു, പുതിയതും ബ്രാസ് ഫിനിഷുള്ള. സീറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്, സീറ്റിലും തന്നെ 1 പീസ് സീറ്റാണ്, പക്ഷേ കുറച്ചുകൂടി ലോ ആയിരുന്നാണ് ഫ്രണ്ട് സീറ്റും പിന്നിയൻ സീറ്റ് പൊങ്ങിയിട്ടുള്ളത്. അത്രയും പൊങ്ങിയിട്ടല്ല, കുറച്ചുകൂടി ഫ്ലാറ്റാണ് പഴയ സീറ്റ് ഉണ്ടായിരുന്നത്. എൻജിൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് പുതിയ 650 എഞ്ചിനാണ്, മറ്റേ പഴയ 350 എഞ്ചിനാണ്. അതിൽ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ് എല്ലാം വളരെ കുറവാണ്, ഇത് കുറേ കൂടെ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഉള്ളതാണ്. അതിൽ ടാപ്പറ്റിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ കൺട്രോൾഡ് ആണ്. പണ്ടത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് പറഞ്ഞത് പണ്ട് റൈറ്റ് സൈഡിലായിരുന്നു ഗിയർ ലിവർ ഉണ്ടായിരുന്നത്, ഇപ്പം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. പക്ഷേ ബുള്ളറ്റ് പ്രേമികളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഹീൽ കൺട്രോൾ ഒഴിവാക്കി വെറും ടോ കൺട്രോളുള്ള, അതെന്നെ പണ്ട് ഫ്രണ്ടിലാണ് കൺട്രോൾ ചെയ്തത്. നമ്മൾ ആൾക്കാർ പണ്ട് ഇട്ടിരുന്ന ഗിയർ ഇടുന്ന സ്റ്റൈലെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വന്നു. ഈ ഒരു ബോഡി പാർട്ട് കുറച്ച് റൗണ്ടിഷാണ്, ഇതിൽ ഫിൽറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പഴയതിൽ വന്നതിന് കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടാണ്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ബാക്കിൽ മൺകണ്ട് കൊടുത്ത്, പഴയതിന് റൗണ്ടായിരുന്നു കൊടുത്ത്. പിന്നെ പുതിയ ടെയിൽ ലൈറ്റ് മാറി റൗണ്ടാണ്. ശരിക്കും പഴയ ടെയിൽ ലൈറ്റ് പോലെ കൊണ്ടുവരണമായിരുന്നു, അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈനസ്സിൽ അങ്ങനത്തെ കാണാം. കഴിയുന്നതും ലുക്ക് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള സൈലൻസസും 2 വന്നിട്ടുണ്ട് ഇതിൽ. 650 ഉണ്ട്, ആ ഷേപ്പ് വന്നിട്ടുണ്ട്. പഴയ ഷേപ്പിന് സിമിലർ ആയിട്ടുള്ള, പക്ഷേ സൈലൻസർ നോട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. പഴയ ആ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം മിസ്സിങ് ആണ്. പക്ഷേ പുതിയതായ സൗണ്ട് ഉണ്ട്, ആ തരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം. അത് നമ്മളിപ്പം നേരത്തെ ജീവാഗനോട് പറഞ്ഞ കാര്യമാണ്, ടെക്നിക്കലി പുതിയതാണ് ഇത്, അതുകൊണ്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി സേഫ്റ്റി കൂടി, ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ചെയിന് വലുതായിട്ടുണ്ട്, സോക്കറ്റ് വലുതായിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ വണ്ടിയാണ് പുതിയ 650. പഴയതാണെങ്കിൽ കുറച്ച് സ്ലീക്കായിട്ടുള്ള വണ്ടിയാണ്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഇപ്പോഴും നിലനിൽക്കുന്നത് അതിൻ്റെ സോളാണ്. ആ സോൾ തന്നെയാണ് എന്നെ ഈ ബൈക്കിനെ ഇപ്പോഴും ഒരു ഫാനാക്കി മാറ്റിയിരിക്കുന്നത്. ഐ എം ഓൾസോ ഫാൻ ഓഫ് 650. പുതിയ ബുള്ളറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള റിഫൈൻമെൻറ്റാണ്. റിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എൻജിൻ, ഷാസി, ബ്രേക്ക്, സസ്പെൻഷൻ, എല്ലാ തരത്തിലും റിഫൈൻമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് എന്നുള്ള പറയുമ്പോൾ റിഫൈൻമെൻറ്റ് എന്താണെന്ന് കരുതുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞുതരാം. എന്നാലും എഞ്ചിൻ ഇതിൽ വന്നിരിക്കുന്ന ബുള്ളറ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള, റോയൽ എൻഫീൽഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ട്വിൻ എഞ്ചിനാണ്, ട്വിൻ പിസ്റ്റൺ ആയിട്ടുള്ള 650cc എഞ്ചിനാണ്. ഈ എഞ്ചിൻ നമ്മൾ പല മോഡലിലും കണ്ട്, നമ്മുടെ ഇൻ്റർസെപ്റ്റർ, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ GT-യിൽ തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ ശേഷം നമ്മൾ മീറ്റിയറിൽ, സൂപ്പർ മീറ്റിയർ, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ഗണ്ണ്, ബെയർ, ഇപ്പോൾ അതാ ബുള്ളറ്റിലും കാണുകയാണ്. നമ്മളെടുത്തിപ്പം ലോങ് ടേമേഴ്സ് ആയിട്ട് ഇൻ്റർസെപ്റ്ററും കോണ്ടിനെൻ്റൽ GT, സൂപ്പർ മീറ്റിയറും
ഈവൻ ഷോട്ട് ഗൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഓരോ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റാണ്. അത് ബേസിക്കലി ഒരു മോഡൽ പുതിയതായിട്ട് വരുന്നത് അത് ഏത് സെഗ്മെൻറ്റിലേക്കാണോ അത്തരത്തിലുള്ള ട്യൂണിങ് ഈ എൻജിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോട്ട് ഗണ്ണിലും അതുപോലെ തന്നെ ബെയറിലെല്ലാം വന്നിരിക്കുന്ന ആ ഒരു ഫീലല്ല സൂപ്പർ മീറ്റിയറിലോ ഉള്ളത്, അതുമല്ല ഇൻ്റർസെപ്റ്റിലുള്ള. ഈ ഒരു ബുള്ളറ്റിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റിനായിട്ടുള്ളൊരു ഫീലാണുള്ളത്. ബേസിക്കലി പഴയ ബുള്ളറ്റിൽ നിന്നെല്ലാം കിട്ടിയിരുന്ന ആ ഒരു ക്രൂസിങ് സ്റ്റൈൽ അത് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പീഡാണ്, ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡാണ്. പഴയ ബുള്ളറ്റിലും തന്നെ ഇറ്റ്സ് വാസ് ഐഡിയൽ ഇൻ 60 to 80. ഇത് ഒരു 100-120 വരെ നമുക്ക് ഐഡിയലാണ്. ടോപ്പ് സ്പീഡ് 150+, 160 അടുത്ത് വരെ പോകും. അത്രയും ഇതെല്ലാം തന്നെ സ്റ്റേബിളായിട്ട് പോകും. ഇപ്പോൾ എൻ്റെ അടുത്ത ബുള്ളറ്റ് 120 കഴിഞ്ഞ ഒരു ചെറിയൊരു കുടച്ചലും ജെർക്കെല്ലാം ഉണ്ടാവാറുണ്ട്. ആ കുടച്ചലും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്തുമ്പോൾ ഇല്ല എന്നുള്ളൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് സസ്പെൻഷനും ചാസി മാനേജ്മെൻറ്റിലെല്ലാം വന്ന ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ബ്രേക്കിൽ കാണാം. ബ്രേക്കിൻ്റെ റിഫൈൻമെൻറ്റ് ഇത് എന്താ വെച്ചാൽ ഡിസ്ക് ബ്രേക്കാണ്. അതിൻ്റെ പുറമെ തന്നെ സ്ട്രോങ് പിസ്റ്റൻസിലുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് വേണ്ട ആ സ്പീഡിൽ നിന്നും അല്ലെങ്കിൽ ഹൈ സ്പീഡിലാണെങ്കിൽ വേണ്ട രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിലും വെയിറ്റും കാര്യമെല്ലാം അറിയുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു നമ്മളൊരു കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. പക്ഷെ എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവിട്ടി നിർത്താൻ പറ്റുന്ന രീതിയിൽ ബ്രേക്ക് ഉണ്ട്. സസ്പെൻഷനിൽ പഴയ രീതിയിലുള്ള സസ്പെൻഷൻ്റെ കൺട്രോൾ മോണോഷോക്കൊന്നും ആക്കിയിട്ടില്ല, 2 ഷോക്ക് അബ്സോർബ്സ് തന്നെ വരുന്നത്. അതും തന്നെ ഐഡിയലായിട്ട് നോക്കുമ്പം ഇതിൻ്റെ ഒരു ക്രൂസിങ് നേച്ചർ കീപ്പ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡെഫിനറ്റ്ലി പഴയ ആ ഒരു നോട്ടല്ല പുതിയ ബുള്ളറ്റ്സിനുള്ളത്, അല്ലെങ്കിൽ പുതിയ ഈ ട്വിന്നിനുള്ളത്. പക്ഷേ നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പം കുറച്ചുകൂടി രസമായിട്ടുള്ള നോട്ട് എനിക്ക് നിന്നിട്ട് റബേനേക്കാൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാറ്റം ബ്രേക്കും ഗിയറിൻ്റെ പൊസിഷൻ മാറിയതും അല്ലുണ്ടെങ്കിലും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തോന്നുന്നത് അതെല്ലാം ശരിക്കും ഇന്നത്തെ ജനറേഷനെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം തന്നെ എക്കണോമിക്കലി ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. ഓൾ ടുഗദർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ G-Wagonൻ്റെ എക്സാമ്പിൾ കോട്ട് ചെയ്ത പോലെയാണ്. G-Wagonൻ്റെ എക്സാമ്പിളും കോട്ട് ചെയ്തത് ആ G-Wagon എന്നുള്ള വണ്ടി പുതുതായിട്ട് വന്നപ്പം പഴയതായിട്ട് റീറ്റെയിനുള്ള ഡിസൈനും ഹിഞ്ചസും ഹാൻഡിലും പിന്നെ അതുപോലത്തെ ഡോർ അടിക്കാനുള്ള സൗണ്ടുമാണ്. ബാക്കിയെല്ലാം തന്നെ ഫുള്ളി പുതിയതാണ്. പഴയ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ മെത്തേഡെല്ലാം കീപ്പ് ചെയ്തെങ്കിലും പുതിയതാണ് വണ്ടി. അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ബുള്ളറ്റ് 650 പഴയ ആ കോർ എസൻസ് നിലനിർത്തിയിട്ട് തന്നെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സോള് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ സോൾ അതാണ് എന്നെ പോലത്തെ പുതിയ ജനറേഷൻ അഡോപ്റ്റ് ചെയ്ത് നോക്കുന്ന പഴയ ബുള്ളറ്റ് ലവേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. നമ്മൾ ഈ വണ്ടിയും ഇഷ്ടപ്പെടും. ഐ റിയലി ലൈക്ക് ദിസ് ബുള്ളറ്റ്. ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ന്യൂ ബുള്ളറ്റ് 650. സോ റോയൽ എൻഫീൽഡ് ടീം, get me a long termer. I want to ride for a long. ഞാൻ 2 വീലറിൽ ശരിക്കും പഠിക്കുന്നത് സ്കൂട്ടറിലാണ്. PL 170 പറഞ്ഞ വെസ്പൻ്റെ പഴയ ചെറിയ സ്കൂട്ടറുണ്ട്. അത് ലൈസൻസ് എടുക്കേണ്ട കുറേ മുമ്പത്തെ പ്രായത്തിലായതുകൊണ്ട് ഞാൻ എൻ്റെ വയസ്സൊന്നും പറയില്ല. പക്ഷേ അത് പഠിച്ച പാടന്നെ ഞാൻ ഫസ്റ്റ് ബൈക്കായിട്ട് മോട്ടോർ സൈക്കിളായിട്ടുള്ള സാധനം ഓടിക്കുന്നത് ബുള്ളറ്റാണ്. മാമൻ്റെ ബുള്ളറ്റായിരുന്നു. അതും ഇതേപോലെ ഒരു 70s ബുള്ളറ്റായിരുന്നു. അതിൻ്റെ ചെറിയ മാമൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സമയത്ത് മൂപ്പര് കൊണ്ടുവരുമ്പോൾ ആദ്യം ഉരുട്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഉരുട്ടി നീക്കി ആ വെയിറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ദിവസം പറഞ്ഞ് ഞാൻ ഓടിച്ചു നോക്കട്ടായിരുന്നു. കീ വാങ്ങിയിട്ട് വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്ന് ഓടിച്ചു നോക്കി. അങ്ങനെയാണ് ഞാൻ ബുള്ളറ്റായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഡീപ്പ് റൂട്ടഡ് കണക്ഷനാണ് ബുള്ളറ്റായിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ബൈക്കിംഗ് എക്സ്പീരിയൻസ് ബുള്ളറ്റായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജിലുള്ളപ്പോൾ എനിക്ക് ഫസ്റ്റ് ബുള്ളറ്റ് വാങ്ങാൻ പറ്റും. ഉമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. മാമൻ്റെ ആ വണ്ടി തന്നെ മാമൻ ഗൾഫിലേക്ക് പോകുമ്പം ഉമ്മ പറഞ്ഞ് എന്നാൽ ഞാൻ പൈസ തരാം, നീ വണ്ടി കൊണ്ടുവന്നോ. ഒറ്റ കണ്ടീഷനുള്ളൂ, ഉമ്മക്ക് പോകാനുള്ളിടത്തെല്ലാം ഞാൻ കൊണ്ടുപോകണം. അപ്പം കൊണ്ടുപോകാൻ ഞാൻ റെഡി ആയിരുന്നു. എന്താ വെച്ചാൽ ആ പേരിലേക്ക് കുറേ വണ്ടി ഓടിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലത്തെല്ലാം ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ബുള്ളറ്റായിട്ട് എൻ്റെ ആത്മബന്ധം അന്ന് തുടങ്ങിയാണ്. കോളേജ് പഠിക്കുമ്പോൾ ബുള്ളറ്റായിട്ടായിരുന്നു എപ്പോഴും പോയില്ലെങ്കിലും എപ്പോഴും പോകുന്ന സമയത്ത് കൊണ്ടുവരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ള ബൈക്കെല്ലാം പിന്നെ ഓടിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ചുകൂടി വലിയ CC ബൈക്സ് ആയിരുന്നു ഇഷ്ടം. അന്നത്തെ വേറെ ഫേവറേറ്റ് ആയിരുന്നു RD 350. രണ്ട് ടൈപ്പ് ബൈക്കാണെന്നറിയാം, പക്ഷേ RD 350യും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തതാണ്. അപ്പം ബേസിക്കലി എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സാണ് ബൈക്കിലുള്ളത്. എങ്കിലും എൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എപ്പോഴും നിൽക്കുന്നത് ബുള്ളറ്റിലാണ്. ഇത് ഞാൻ പറഞ്ഞ നിയാസിൻ്റെ വണ്ടിയാണ്. ഇത് 79 എൻ്റേത് ഏകദേശം ആ ഒരു ഇയറിലുള്ള ബൈക്കാണ്. കുറച്ചുകൂടി പഴയതായിരുന്നു. 72 ആയിരുന്നു തോന്നുന്നുണ്ട്. പിന്നീട് ഞാൻ വാങ്ങിയതാണ് ഇപ്പം എൻ്റെ അടുത്തുള്ള 1958 മോഡൽ. നമ്മളെ വണ്ടി പണിതോരുന്ന
സുനീൻ്റെ വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാങ്ങിയാണ്. അപ്പോൾ എൻ്റെ ബുള്ളറ്റ് കൊടുക്കാമെന്നുള്ളതും ബാക്കി പൈസ ആയിട്ട് മുമ്പൊക്കെ പണിയാൻ പൈസ ഇല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് പൈസ ഞാൻ തരാം. ഉമ്മ ഗിഫ്റ്റ് ചെയ്ത ബുള്ളറ്റും കൊടുത്ത് ബാക്കി കുറച്ച് അന്ന് അധ്വാനിച്ച പൈസയും കൂട്ടിയിട്ട് വാങ്ങിയായിരുന്നു എൻ്റെ 1958 ബുള്ളറ്റ്. അന്ന് മുതൽ ഞാൻ കുറേ കാലം റൈഡ് ചെയ്തിരുന്നു. ഇപ്പം റൈഡ് ചെയ്യൽ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് സൈഡിൽ കിടക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഷൂട്ടിന് എടുക്കാൻ പറ്റുമായിരുന്നത്. പക്ഷേ നിയാസാലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളെല്ലാം ആദ്യം സുനിയുടെ വർക്ക്ഷോപ്പിൽ തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് കൊണ്ടുനടന്ന ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ഉള്ള എൻ്റെ ഫസ്റ്റത്തെ 100 ക്രോസ് ചെയ്തിട്ടുള്ള, പിന്നെ ലോങ് റൈഡ് പോയിട്ടുള്ള, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ടുള്ള, ഫസ്റ്റ് ആക്സിഡൻ്റ് അല്ല പക്ഷേ ഒരു വീഴാനുള്ള ചാൻസ് ഒന്ന് കാലെല്ലാം ഒളുക്കി ചെയ്ത ബുള്ളറ്റാണ്. കാല് പൊള്ളിയിട്ടുള്ള, ഞാൻ അത് ചെറുപ്പത്തിൽ മാവൻ്റെ ബുള്ളറ്റിൻ്റെ കാല് സൈലൻസറിൽ തട്ടിയിട്ട് പൊള്ളിയിട്ടുണ്ട്. പല സ്ഥലത്തും നാണം കെട്ടിട്ടുണ്ട്. ഓഫ് വൈറ്റ് റോഡിൻ്റെ നടുവിലായിട്ടാണെങ്കിലും കോളേജിൽ ഫ്രണ്ട്സും മറ്റുള്ള പെൺകുട്ടികളും നിൽക്കുമ്പോൾ ഇത് ഓഫായി പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മാറ്റ്യൂസ്മോ മറ്റുള്ള ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുമ്പോൾ ഞാൻ അടിച്ച് സ്റ്റാർട്ടാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, തള്ളിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറേ നല്ല മെമ്മറീസും ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ബുള്ളറ്റ്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും നമ്മൾക്ക് ബാഡ് മെമ്മറീസ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ മെമ്മറീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ മെമ്മറിയെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്നുള്ളത് ബുള്ളറ്റും ഞാനും വളരെ ക്ലോസ് ടു ഈച്ച് അതാണ്. ഇറ്റ്സ് ഇൻ മൈ ഹാർട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പഴയതോ പുതിയതോ ഒന്നുമില്ല. ബുള്ളറ്റ് ഈസ് സംതിങ് വിച്ച് ഐ റിയലി ലവ്. സോ ലൈക്ക് G-Wagon, ബുള്ളറ്റ് ഈസ് മൈ ഫേവറേറ്റ്. സോ ദീസ് ആർ 2 വെഹിക്കിൾസ് ഐ ഓൺ, G-Wagon, ബുള്ളറ്റ്. അത് രണ്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ടികളാണ്. ബൈക്കിലാണെങ്കിൽ ബുള്ളറ്റ് എന്ന് പറയാം, കാറിലാണ് G-Wagon എന്ന് പറയാം. അപ്പോൾ ബുള്ളറ്റ് പുതിയതായിട്ട് വന്ന് ഇത്ര ഇമ്പ്രൂവ് ചെയ്തത് സത്യം പറഞ്ഞ സന്തോഷമാണ്. സോ ഐ റിയലി ലവ് 650, ബട്ട് ദീസ് ഓൾഡ് വൺസ് ആർ ഇൻ ഡീപ്പർ ടു ഹാർട്ട്. സോ ഈ 2 വണ്ടികൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? പഴയതാണോ പുതിയതാണോ? നിങ്ങൾ പഴയ ബുള്ളറ്റ് ലവറാണോ പുതിയ ബുള്ളറ്റ് ലവറാണോ? അതല്ലാതെ വേറെ എന്തെങ്കിലും വണ്ടി ലവറാണോ എന്നതിൽ കമൻറ്റിൽ പറയാം. ഈ പഴയതിലും പുതിയതിലും നിങ്ങൾ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസിൻ്റെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുകയും ഷെയറും ചെയ്യുക. അടുത്തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.